ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറേ നാളായില്ലേ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത്. ഷോർട്സ് ആണെങ്കിലും ഭയങ്കര ലാഗാണ്. ബട്ട് എനിക്ക് എന്തോ ഒരു മൈൻഡില് എനിക്കറിയില്ല എന്തൊക്കെയോ വന്ന് ഒരു വീഡിയോ ഇടാനൊരു വലിയ ഇതില്ലായിരുന്നു, ഒരു മൂഡില്ലായിരുന്നു. സോ ഇനി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹിന്ദു ബ്രൈഡൽ ലുക്കാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇപ്പോൾ വരണം. ഈ വരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് കൂടാണ്. അവള് ഇപ്പം ഈ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ അവൾ എന്നെ ഹിന്ദു ബ്രൈഡ് ആക്കിയിട്ട് ഫസ്റ്റ് ആയിട്ട് എന്നെ ഒരുക്കാൻ പോകുന്നത് തന്നെയാണ്. സോ എങ്ങനെയാണെന്ന് കാണാം. അപ്പം എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് കാണാം. ഓക്കെ, നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കാണാം. മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും. ഇതാണ് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇനി അസിസ്റ്റന്റ് വരും. ഇതാണ് അസിസ്റ്റന്റ്. ഈ അസിസ്റ്റന്റിനെ എപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്കിപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്താന്ന് വെച്ചാൽ ഇന്നത്തേക്ക് എനിക്ക് ഒരുങ്ങാനുള്ള സാരിയും ഓർണമെന്റ്സും പിന്നെയുള്ള മേക്കപ്പ് സാധനങ്ങളും എല്ലാം ഉണ്ട് ഇതിൽ. ചേടാ കണ്ണും നിറയുന്ന ഇത് എടുക്കുന്നതായിരിക്കും വിറ്റ്. പിന്നെ ഇങ്ങനെ ഇല്ല, അത് എടുക്കാൻ ഭയങ്കര സിമ്പിൾ അല്ലേ? ഇങ്ങോട്ട് അങ്ങോട്ട് നോക്കിയേ, താഴോട്ട് നോക്കിയേ, താഴോട്ട്. ആയോ? സീനില്ലെന്നൊന്നല്ലേ? എന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇന്ന് പൂച്ചക്കണ്ണോ? പക്ഷെ കൊള്ളാം, രസമുണ്ട്. മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റാവും കൂടെ. അയ്യോ, അത് കാണുമ്പോഴാ അവക്ക് വിഷമം. ഇപ്പൊ തന്നെ ഒരു ചാർന്ന് തീർക്കും തോന്നുന്നല്ലോ. അന്നോടെ കുത്തിയിടാം. നിന്റെ അപ്പഴത്തേക്ക് അവളുടെ കുത്തിയിട്ട് ഞാൻ അമ്മയുടെ നേരത്തെ എണീക്കുമ്പോ ഞാൻ വിളിക്കുന്ന താമസം എന്നെ പറ്റി മെസ്സേജ് അപ്പൊ ഒരു 11 മണിയാകുമ്പോൾ വേണ്ട. അതേ വർഗത്തിൽ നിങ്ങൾ എണ്ണിച്ചതേ ഉള്ളു. ഞാൻ വിചാരിച്ച നീ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും. അപ്പോഴത്തേക്ക് എന്നെ വിളിക്കുമായിരിക്കും. അന്നേരം എണീറ്റാ മതിയെന്ന്. ഞാൻ രാത്രി പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കണ രാവിലെ എണ്ണിക്കുമ്പോ കേട്ടോ. എന്നിട്ട് വിളിച്ചതോ? എന്നിട്ട് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചല്ലേ. അതെന്ത് വരുന്നത്? എന്തുവാടി പോയോ? അതെന്ത് പാടിയത്? ഇതെന്റെ കൊമ്പ് സീൻ തന്നെ ബ്രോ. എന്തൊക്കെയാണെന്നെ നമുക്കിതൊന്നും അറിയില്ല. അതെ, ബ്യൂട്ടീഷ്യനായി ബ്യൂട്ടീഷ്യന്റെ പാടായി നമ്മളില്ല. അടിക്കുന്ന TV പാട്ടിട്ട് വെച്ചു. അല്ല, റിമോട്ട് അവിടെ അവിടെ കാണാണ്ട് കിടപ്പുള്ളത്. പണിയെട് അലിയ, പണിയെട്. ആ കട്ടില്ലോ ഇല്ലെങ്കിൽ ഇതുകൊണ്ടാ അവിടെ ഉണ്ടോ? ഇതുകൊണ്ടാ ഡ്രോയർ നോക്കണേ. ഇതുകൊണ്ടാ ടേബിളിലെ ഡ്രോയർ നോക്കണേ. ആ വലിയ അതിനകത്തുണ്ട്.
പ്രോഡക്ട്സ് എല്ലാം കൊറേ പേരുടെ പ്രൊഡക്റ്റ് മേക്കപ്പ് ഇടുന്നതിന് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കോ ഈ നിന്റെ ഫസ്റ്റ് ഇതാണോ ഹിന്ദു ബ്രൈഡ്? പുതിയത് വാങ്ങിയതിന് ശേഷമുള്ള അതിന്റെ വാങ്ങിയതിന് ശേഷമുള്ള ആൾക്ക് അപ്പൊ ഈ പുതിയ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുള്ള ഫസ്റ്റ് ഹിന്ദു ബ്രൈഡ്. അതെ അതെ ഫ്രഷ് ഫ്രഷ് അതെ ഫ്രഷ് ഫ്രഷ് അല്ല ഇതൊക്കെ ഞാൻ എന്ത് പോയില്ല ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മുഖത്ത് പറഞ്ഞാൽ ഫ്രീ മേക്കപ്പ് അതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെറ്റ് ചെയ്ത് തരും. നമ്മൾ വളരെ ഫ്രണ്ട്ലി ആണ്. യെസ്, അതെ അതെ വീഡിയോ ഒക്കെ എടുക്കാൻ മനസ്സിൽ കുട്ടിക്കൊക്കെ ഇരിക്കട്ടെ എന്റെ ആൾക്കാരും വട്ടിയാണെന്ന് ഞാൻ വല്ല ഫേമസ് ആയി കഴിഞ്ഞാൽ ഈ വീഡിയോ ഫേമസ് ആവും. അപ്പൊ നീയും ഫേമസ് ആവും. അതെ ആലിയായി ഫേമസ് ആവും. അതെ ഞാൻ ഫേമസ് ആയ എന്തായാലും അലിയ ഫേമസ് ആവും. അലിയ ഫേമസ് ആയ ഞാൻ ഫേമസ് ആവും. അത് ഞങ്ങള് പണ്ടേ പറഞ്ഞു വെച്ച കാര്യം. ആരെങ്കിലും ഒരാളെ രക്ഷപ്പെടണം. ആ ഒരാളുടെ കൂടെ ഇരുന്ന് കണ്ടിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലായിക്കോളൂ ഓട്ടോമാറ്റിക്കലി. ഫസ്റ്റ് ആണ് തുടങ്ങിയത്. ഞാൻ ആലിയാണോ? രണ്ടുപേരും പോലെ തുടങ്ങിയല്ലേ? അപ്പൊ ഹെയർ കിട്ടിയെന്ന് അടുത്ത മാസമാകും. അടുത്ത മാസം എനിക്ക് കട്ടിങ്ങിന്റെ ഡെമോ പ്രാക്ടിക്കൽ നടക്കുന്നേ ഉള്ളു ഡൽഹിക്കകത്ത്. ആ നല്ലപോലെ പഠിച്ചിട്ട് മതി. എന്റെ മുടി എന്റെ മുടി വെച്ച് നിനക്ക് പരീക്ഷിക്കും. ഇപ്പൊ ഒത്തിരി കിളിച്ചു വന്നിട്ടുണ്ടോ? എനിക്ക് പിന്നെ ഒരുപാടൊന്നും ഇല്ല. ആ അവക്ക് ചെറിയ മുടി വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യും. എനിക്ക് അത്യാവശ്യം കുറച്ച് മുടിയുണ്ട്. അത് വെച്ചിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യും. പരീക്ഷിക്കാം. സഹിച്ചേ പറ്റൂ. അത് തന്നെ ഇത് മിനിസോടെ ഫാനാണ്. ഈ ഫാൻ ഏതാണെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മിനിസോടെയാണ്. കഴിഞ്ഞ ഇത് എങ്ങനെയായിരുന്നു പെണ്ണേ? ഫാൻ അടിക്കുമ്പോ കണ്ണ് ഇത് ഞാൻ വളച്ചോള വെച്ചേക്കുന്നുണ്ടായിരുന്നു. അത് ഊരി അലിയ അലി ഇവിടെ നിന്നോളൂ. അത് ഊരി വന്നതാണ്. അത് അറ്റത്തോട്ടൊന്ന് അമക്കി വെച്ചോ. ഇനി ഹെയർ ഫുൾ സെറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ എന്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല. മേക്കപ്പ് ഈ ഹെയറാ ആ ഹെയർ അവിടുന്ന് ഓരോ സെക്ഷൻ എടുക്കണം. മുടി കഴിയല്ലേ? കഴിഞ്ഞിട്ടില്ല. രണ്ടുപേരും കൂടെ അത് ഓഫ് ആക്കിയിട്ട് വെക്കുന്നതല്ലേ നമ്മൾ. ചെറുതായിട്ട് എടുക്കണോ? വെച്ചിട്ട് വെച്ചിട്ട് ഇല്ലേ അവള് ഇത് ചെയ്യട്ടെ. ഇതല്ലേ സിമ്പിള്. ശരിയാ. ഓർഡർ ചെയ്യുമോ? എവിടെ കട്ടിങ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ചെയ്തതേ ഉള്ളൂ. ഇനി അടുത്ത സെക്ഷൻ ഉണ്ടാവും. ഇച്ചിരി കട്ട് ചെയ്യാനുണ്ടോ? ആ ഓക്കെ. ഇത് ചെയ്തല്ലേ? ഇത് ഫ്രണ്ടിലോട്ട് എനിക്ക് കഷ്ടപ്പാടാണ് ഗൈസ്. അതെ അതെ എന്റെ പകുതി ഉണ്ട്. നല്ലതാ. ഇതെന്താ എന്റെ തലയിൽ കിരീടോ? ഗൈസ് ഞാനും ജോയിൻ ചെയ്തു ഇവന്റെ കൂടെ. നിങ്ങളുടെ പാർലറിന്റെ പേരെന്താണ്? അതാ അത് കുറച്ച് പാർലറിന് പേരിട്ടില്ല ഗൈസ്. പേജിന് പേരുണ്ട്. അതിന്റെ പേജിന് പേരെന്തോ? ലൈറ്റ് മേക്ക് ഓവർ. ലൈറ്റ് മേക്ക് ഓവറോ? ലൈറ്റ് മേക്ക് ഓവർ. ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലൈറ്റ് മേക്ക് ഓവറിൽ കോണ്ടാക്ട് ചെയ്യുക. ഇങ്ങനെ കറക്കാൻ മതി. രണ്ടും കൂടെ അങ്ങോട്ട് എന്റെ മുടി
ഇവിടെ കൊണ്ട് പറ്റും. പിന്നെ പറ്റും. ഇനി ഞാൻ എവിടെ നിന്നായിരിക്കും ചെയ്യണ്ടേ? ഈ പാവേനുണ്ടോ പടി സാധന മാറിപ്പോയി. എന്ത് പണി അല്ല അവിടെ നീ ചെയ്യാത്തതായിരുന്നു ചെയ്തത്. അത് നല്ലത്. കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ആവശ്യമുണ്ടോ? ഞാൻ ജസ്റ്റ് ഞാൻ ഓണാക്കി ഈ പേരാണ് അനുസരണം കിട്ടാൻ മതി. അത് ഒത്തിരി വളർന്നുണ്ടാ. വെട്ടാ നീ ആദ്യം പഠിച്ചിട്ട് വാ. ഇത് പല്ലങ്ക് യു ഒക്കെ അറിയാടി. യു അല്ല ഈ മതിയാ? ഈ അല്ല മറ്റേ അലേറ് മതി. അതിന് വരെ ഗ്രാജുവേഷൻ അറിയാമോ? സാധാ വെട്ടി പഠിക്കുന്ന മറ്റേ കടയിലൊക്കെ പോയി വെട്ടി സ്റ്റൈൽ ചെയ്തിട്ടേ അത് പഠിക്കാൻ ഗ്രാജുവേഷൻ എടുക്കണം. ഇതൊക്കെ ഒരു കലയല്ലേ? കല 1.5 വർഷം പഠിക്കുന്നത്. പക്ഷെ ആകെ എത്ര 90 ദിവസത്തെ മാത്രമേ സർട്ടിഫിക്കറ്റിലുള്ളൂ. അതെന്താ അങ്ങനെ? അത് അവിടെ അങ്ങനെയാണ്. നേരത്തെ ഒന്നും പറഞ്ഞില്ല. സർട്ടിഫിക്കറ്റ് കിട്ടിയായിരുന്നു. ഞാനിങ്ങനെ വിചാരിച്ചു മുടി കുരുങ്ങി പിന്നെ ഞാൻ കൊല്ലും. അസിസ്റ്റന്റ് പഠിക്കുന്നവള് കൈ സാറ് വന്ന് വിചാരിക്കരുത്. ചൂടകൾ വെക്കുന്നതേ അറിയില്ല ഒന്നും. അസിസ്റ്റന്റ് പഠിക്കാൻ കയറിയോണ്ടേ ഉള്ളു. ബ്രൈഡിനൊക്കെ സമ്മതിക്കണം. വെളുപ്പിന് 5 മണിക്കും 4 മണിക്കും ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സമയം എത്തിച്ചു. പക്ഷെ എനിക്കിപ്പോ ഉറക്കം വരും. ചെയ്യുന്നത് 2 ദിവസം വർക്കുണ്ട്. 19, 20 അടുത്ത മാസം. അത് ഒരിക്കൽ കഴിഞ്ഞ് കല്യാണത്തിന് പോകാൻ വേണം. കഴിക്കാനോ? ഫ്രണ്ടിന്റെ കല്യാണമാണ്. പിന്നെ നീ രാവിലെ ഒരുങ്ങിട്ടല്ലേ? ഞാൻ വിചാരിച്ച ആരെ കൊണ്ടുപോകുന്ന പറഞ്ഞിരിക്കും. കൂടെ കമ്പനി ആരും വേണ്ട. അല്ലെങ്കിൽ പോസ്റ്റ് അടിക്കുമല്ലേ. ഞാൻ ആദ്യമൊക്കെ വർക്കിന് 2 പ്രാവശ്യം പോയപ്പോ ഞാൻ അവിടെ വണ്ടി മേടിക്കില്ല. വണ്ടി ട്രാവൽ എക്സ്പെൻസ് വാങ്ങിക്കാൻ മേടിച്ചില്ല. ഞാൻ എന്നിട്ട് പോയി. അപ്പൊ നിനക്ക് എന്ത് ലാഭം? എവിടെ പോയി നീ? ഊട്ടിയിലല്ലേ പോയേ? ബസ്സില്ല. എന്നാലും പിന്നെ ഓട്ടോയില് പോയോ? പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കുന്നത് അത് എന്റെ കൂടെ ഞാൻ ഇങ്ങനെയാണ് കറക്കണം. അതിന് ഇത് കുരിക്ക് വീഴും. അത് ഒറ്റ കറക്കേ കറക്കാവുള്ളൂ. ഇപ്പൊ തന്നെ 1 മണി ആയിക്കണം അല്ലേ? ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് തീർക്കണം. നോക്കിയിരുന്നോട്ടോ. നമ്മളിപ്പോ ഹെയർ പകുതി ടൈറ്റ് ആക്കി കഴിഞ്ഞു. നല്ല ചൂടുണ്ട്. ഫാനിന്റെ കാറ്റ് തീർന്നേ. ആര്യ ഹെയർ സ്ട്രൈറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഒരുപാട് കോഴ്സ് കിട്ടി. നമുക്ക് പൊളിറ്റിക്കൽ ഘടകയിലേക്ക് കടക്കാം. ഈ പഠിച്ചാൽ മൊത്തത്തിൽ കൊള്ളുക. ഇവളുടെ കഴിഞ്ഞിട്ട് നീ ചെയ്യില്ലെങ്കിൽ കൊള്ളു. എനിക്ക് പേടിയാ. ഇപ്പൊ ഇവിടെ പറയുന്നില്ല. പേടി എന്തൊരു കാര്യത്തിലും എനിക്ക് പേടിയാ. ചെറുതാലും ചൂടടിക്കും. അതേപോലെ അപ്പൊ എന്റെ കുട്ടിയുടെ മറ്റേ എന്താ ചൂട് ഭയങ്കര തട്ടുന്ന പോലെ തോന്നുന്ന ഒരു പിള്ളയാണ്. ഞാൻ എത്ര പൊള്ളി കിടക്കുന്നത്.
പേടിക്കണ്ടേ? ഇത് കരിയല്ലേ? ഞാൻ തുമ്പ് അവിടെ ഊട്ടി ചെയ്തിട്ടില്ലേ, പൊള്ളി ഒന്നാണ് പൊള്ളിയില്ല. എന്താണ് ചിരി വരുന്നു. അതെ, ഞാനോ? പേടിക്കല്ലേ? കൈ വരയ്ക്കുന്നുണ്ട്. പേടിയൊക്കെ വേണ്ട. ചടിക്കോ? എനിക്ക് ചൂടെടുക്കുന്നത്. ഇനി വിട്ടോ കുഴപ്പമില്ല. തിരിച്ചുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ഒന്നും കൂടെ പിടിച്ച് അയ്യോ പുകയൊക്കെ പറക്കുന്നു. പുകയൊക്കെ പറക്കുന്നു. ജനൽ തുറന്നിരുന്നു. ജനലിൽ പുറത്തു പോകാനോ? എന്തോ നല്ല അപ്പം കരിയുന്നു. എന്തോ നല്ല അപ്പം കഴിക്കുന്നു. എന്ത് ചെയ്യുമ്പോഴാണ് ഹെയർ കാണാൻ ഒരു രസം വരുന്നത്? രണ്ട് സൈഡ് നോക്കി, അതായത് ഇങ്ങനെ വോളിയമായിട്ട് നിൽക്കും. ഷൈനിങ് അടിച്ചു കഴിഞ്ഞാൽ തിളക്കത്തോടെ നടന്നതായിരിക്കും. എന്തുവാ ചൈനീസ് സ്പ്രേ അടിച്ചാലോ? അപ്പൊ അവൻ ചരിച്ച് വെച്ചേക്കോ ഇപ്പൊ. അപ്പൊ നേരെ വീഡിയോ ഓണാക്കി സൈഡിൽ നടക്കാൻ പറ്റും. നേരെ ആക്കിയാ മതി. മതി. ഓക്കെ, ഫോണിന്റെ ക്യാമറയെ നോക്കി കുട്ടി. ഫോട്ടോ ആയിരുന്നു. നിന്റെ വീഡിയോ എവിടെ? ഇനി അതാ ജനൽ എന്ത് ഇത്ര വലുതാണ് ഞാൻ ആലോചിച്ചു. ഷൈനിങ് സ്പ്രേ അല്ലേ? ഷൈനിങ്ങാ. അതിനപ്പം എന്ത് കൊടുക്കും? എന്താ ബേബി ഹെയർ തോന്നിയിരിക്കുന്നത്? അപ്പം ഇതായിക്കോളുക. പിന്നെ ഇത് വാക്സ് അതുണ്ടോ ഇപ്പം? അത് നോക്ക. നീ അവിടെ നോക്കുവായിരുന്നല്ലേ? അതിലും വീഡിയോ എത്ര വീഡിയോ എന്ത് ചെയ്യാന്, കുറച്ച് ഇതായി പോയി. എന്താ സെലിബ്രേറ്റ് അയ്യോ, സമയം 2 മണിയാണ്. 2 മണിയാണ്. ഇനി പാക്കിങ് എന്ത് ചെയ്യണോ? ഓപ്പൺ ഹെയർ സ്റ്റൈൽ ആണ് സാധനമാണോ? എന്താണ്? പക്ഷെ പിന്നെ ഇട്ടാലേ മറ്റേ സാധനം വെക്കാൻ പറ്റും മുടിയില്. അത് മേടിച്ചതേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ മുല്ലപ്പൂ, അല്ലെങ്കിൽ നമുക്കത് മറ്റേ മുല്ലപ്പൂ മുല്ലപ്പൂ ഇങ്ങനെ വെക്കപ്പെട്ടെ ക്രോപ്പ് ചെയ്ത് ഈ പഫ് കൊടുത്തിട്ടേ പുറകില് മറ്റേ ഇങ്ങനെ നല്ലായിരിക്കും. എല്ലാം നിനക്ക് വേദനിക്കുന്നു. നീ നിന്റെ പഠിച്ചോ. വിഷു അല്ല അപ്പം? ഈ മാസമല്ലേ? ഈ മാസോ? ആണോ? അത് അടുത്ത മാസമാണോ? സ്കൂൾ കുട്ടി ഇല്ലേ? അതുപോലെ ഉണ്ടല്ലേ മുടി ഇട്ട് ഇല്ലേ? ഇല്ല, കൊച്ചുപിള്ളേർക്ക് കെട്ടിക്കൊടുക്കുന്നില്ല. ഇവളെ എല്ലാം പ്രോപ്പറായ യൂട്യൂബിൽ വരും. ഓഫ് കോഴ്സ്. എത്ര നേരത്തെ പണിയാന്ന് ആലോചിക്കണം. ഇത് എഡിറ്റ് സിമ്പിള് ഈ ചതവട്ടയത്തെ വീഡിയോ തീരും.
അത് എന്റെ കഷ്ടപ്പാട്. അതേ വേദനയൊക്കെ എടുത്തു കൂട്ടാണ് ശരി. ഇതെന്താ കഴിഞ്ഞു ഗൈസ്, മുടി കഴിഞ്ഞു. 2 മണിക്കൂറായിട്ട് മുടിയും ചെയ്തോണ്ടിരിക്കുന്നു. അങ്ങനൊന്നും പറയരുത്, കൊച്ചിന് നാളെ അയ്യോ അങ്ങനല്ല, ഞങ്ങൾ സംസാരിച്ചിരുന്ന ടൈം പോയതാണ്. താമസിച്ച് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഈ എന്റെ മോഡല് വളരെ നേരത്തെ എണീറ്റോടെ എനിക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നേരത്തെ എണ്ണിട്ടുണ്ട്. ഈ മോഡലിന് കൃത്യനിഷ്ഠയില്ല, ലേറ്റ് ആയിട്ട് എണീക്കുന്നത്. എന്നോട് ടൈം പറഞ്ഞില്ല. എന്നാലും നേരത്തെ എഴുന്നേക്കട്ടെ കൈസ്. അതെ, അങ്ങനെ കഴിഞ്ഞു. ഇനി ചുറ്റി നോക്കണം. അതില്ല. എനിക്ക് എടുത്ത പോലെ മെഡിറ്റേഷൻ എടുത്തിട്ടുണ്ടോ നല്ലതായിരിക്കത്തില്ലേ? എനിക്കത് ചേരൂ. അതാ ചെയ്തോ അറിയത്തില്ല. അത് കാണിച്ചു എടി മറ്റേ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഓരോ അത് ചാൻസ് എടുക്കാനാണ് ഇങ്ങനെ ഇങ്ങനെ പുള്ളി ചെയ്ത് ഇങ്ങോട്ടല്ല ബാക്കിലേക്ക് തന്നെ. അതന്നെ ഇവിടെ ഇങ്ങനെ അങ്ങനല്ല, ഓരോ സെക്ഷൻ എടുത്തിട്ട് ചെയ്യുന്നതാണോ ബ്രൈഡ്? അതായിരിക്കും. ഞാൻ എന്നെ പറ്റിയ ധാരണയൊന്നുമില്ലല്ലേ? ഇങ്ങനെ 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 ഇനി ഫേസ് അല്ലേ? എന്തോ പറഞ്ഞില്ലായിരുന്നോ? മേഡം ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ ഒന്നും ഫേസ് സെറ്റ് ആവൂല. ഇതിടണമെന്നുണ്ടോ? അതിന്റെ പ്രൊപ്പോസൽ ഇത് ഞാൻ കൊറേ ഇടാറുണ്ട്, അതുകൊണ്ട് പിന്നെ എന്റെ വീഡിയോസ് ആവുന്ന ആൾക്കാർക്ക് കുറച്ച് പേർക്ക് ഞാൻ ഇത് തന്നെ കൊറേ ഇടാറുള്ളത്. അയ്യോ നീ കുറച്ച് ശരി. പത്ത് മിനിറ്റ് വെച്ചാൽ മതിയോ? 10 മിനിറ്റ്. സെന്റർ ആണോ ഇത്? അത് സെന്ററാണോ എനിക്കറിയില്ല. എന്റെ ഫേസിൽ ഇത് വെച്ച് അവിടെ വരെ അങ്ങോട്ട് എടുക്കും. അപ്പൊ ഞാൻ എടുത്ത് സാധനം അപ്പുറത്തെ സെറ്റ് ഫുള്ളായി വർക്ക് ചെയ്യുന്നുണ്ട്. ക്രിമ്പ് സെറ്റ് കൂടി പോയതാണോ? പൊങ്ങിയിരിക്കില്ല എനിക്ക് ഫ്രണ്ടാന്ന് തോന്നടേ. നീ ചെരിഞ്ഞു കൊണ്ടല്ലേ? കാണുമ്പോ വെച്ചാൽ ഇപ്പഴാണ് ചരിഞ്ഞു പോയത് അല്ലേ? നമ്മളിതിലില്ല, പക്ഷെ നമ്മള് കണ്ടാ മതി. അവള് ഇഷ്ടമുള്ള നീ മൊത്തത്തിൽ ചെയ്തിട്ട് നീ ആദ്യം എടുത്ത പോലെ എടുത്ത് വീഡിയോയിൽ അതാണ് വീഡിയോയിൽ കാണുക. ഇതൊക്കെ ഞാൻ കേൾ ചെയ്യുന്ന പറഞ്ഞു തരാമേ. ഞാൻ പയ്യ കേൾ എത്ര യൂട്യൂബ്സ് ഇങ്ങോട്ട് ഇവിടെ വെക്കും. സ്വന്തം ഏതായാലും അല്ലെങ്കിൽ കാര്യം ഭയങ്കര ഓക്കെ. നമ്മൾ തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പൊ തന്നെ 3:30 നമ്മൾ സമയം കാര്യം പറഞ്ഞ സമയം ഒന്നും ഇല്ലെങ്കിൽ നമ്മള് വല്ല സാരി ഇട്ടിട്ട് വല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി ഇന്ന് ഷൂട്ട് എടുക്കും. പോയിക്കോ. നീ കഴിക്കുന്നുണ്ടല്ലോ കുഞ്ഞി ഫാൻ. എന്റെ കുഞ്ഞി ഫാൻ എടുക്ക്. ഫാറ്റുണ്ടോ? ഇതിപ്പോ കാറ്റ്
ആൾക്കാര് 2 ഫാനൊക്കെ. ഇനി എനിക്ക് അനങ്ങാൻ പോലും വയ്യ. ആ കഥ മുഴങ്ങാ അവിടെ എന്താ ഞാൻ കേട്ടില്ല. മോയ്സ്ചറൈസർ. ഓ മോയ്സ്ചറൈസർ. ഭയങ്കര ഗ്ലോ ആണ്. റെഡി 600 ഇത്രയുള്ളോ? ചെറിയ പൊട്ടാകപ്പോ വലിയ കുട്ടി. ഇത് കണ്ടില്ല. ഇഷ്ടം ആൾക്കാർ ഇതാക്കി യൂസ് ചെയ്യും. കാണിച്ച ഇങ്ങനെ ലിങ്ക് വെച്ചേ. ഇവിടത്തോടൊന്ന് നോക്കാം കേട്ടോ. 2 മിനിറ്റ് 52 സെക്കൻഡ്. നമ്മളെ ഹെയർ ചെയ്തതിന്റെ വീഡിയോ എടുത്തില്ലല്ലോ. അത് ലാസ്റ്റ് എടുത്താ പറ്റില്ല. അങ്ങനെ വൈകിട്ട് സമയമില്ല. ഈ പാൻ പിടിച്ചോ. കത്തി. ഇവിടെ പിന്നെ വീഡിയോ. ഇവിടെ ഇനി എന്തോ വീണതോ? അത് പണ്ടെന്താ കാണും. അത് വീണതാണല്ലേ? എനിക്കറിയത്തില്ല. കുഞ്ഞിലെ കണ്ടെന്തോ പറ്റിയതാ. ഈ ലെഫ്റ്റ് റൈറ്റിനെക്കാട്ടിലും താന്ന പോലെ ഫീൽ ചെയ്യുന്നു ചെന്നിലെ തലമുടി. മുടി ലെഫ്റ്റ് റൈറ്റ് താന്നില്ലേ? കാട്ടി വേണ്ട എടുത്തു തരാം. ഇത് കുറച്ചുകൂടെ ഷേപ്പ് എനിക്കൊന്ന് സൈഡിൽ അവിടെ ഇച്ചിരി എടുത്തിട്ട് ജസ്റ്റ് ഭയങ്കര വൈറ്റ് ആണ്. ഈ മുടി ബാക്കിലോട്ടൊക്കെ ഒരു തൊക്കിട്ട് അയ്യോ അതെടുക്കട്ടെ. എവിടെ ഫാനത്? അവിടെ നില്ല്. സമയം നോക്കണ്ട. 4 മണി 3:45. 3:45 കറക്റ്റ്. അയ്യോ ഹൈലൈറ്റർ, സ്ട്രോക്ക് ക്രീം, ബേസ്. കുറച്ച് തിളങ്ങുന്നുണ്ട്. ബ്രൈഡിനെയൊക്കെ സമ്മതിക്കണേ. സമയം പോയി. കണ്ണടച്ചാടി ബ്ലെൻഡാവാനാണ് ഫൗണ്ടേഷൻ. സെറ്റിംഗ്സ് ആയി. ഫോണിൽ ഭയങ്കര വെട്ടായിട്ട് തോന്നുന്നല്ലേ. ഈ ലൈറ്റിന്റെ കീഴിലായോണ്ട് നോർമൽ ലൈറ്റിലോട്ട് വേറെ കളറാവും. ലൈറ്റ് നോക്കി നോക്കട്ടെ. ഇങ്ങോട്ട് നോക്കുക. അവിടെ മാനത്തോട് നോക്കുക. രണ്ടുപേരും നോക്കുക. രണ്ടുപേരും ബ്ലാക്ക്. ബ്ലാക്ക് വേണ്ടായിരുന്നു. ഞാനത് വൈറ്റ് ആണെന്ന് പറഞ്ഞ് എടുത്തതോ. ഇവിടെ സ്കിൻ ടോൺ കുറച്ചുകൂടെ ബ്രൈറ്റ് അല്ലേ, അതുകൊണ്ടാണ്. ഇനി എന്താണ് ഇതിന്റെ അകത്ത് വേണ്ടത്? എന്തോ സ്പോട്ടാ വേണ്ടേ? ടെമ്പിൾ സ്പോട്ടാണോ?
നമുക്ക് കുറച്ച് ഫൗണ്ടേഷൻ എടുത്തോണ്ട് പോവാം. എന്താ നീവാണ്ട് ഫൗണ്ടേഷൻ ഭയങ്കര അറ്റാച്ച്മെന്റ്. ഭയങ്കര ഡള്ളാവുന്നു. ഡള്ളാവുന്നല്ല, ബ്രൈറ്റ് ഇത് കറക്റ്റ് ഇതിനാണ് അസല് പൊട്ടി എന്ന് പറയുന്നത്. പൊട്ടി ഇത്ര പോരെ പക്ഷെ അവർക്ക് കാണട്ടെ. ഇത്രയും വേണോ? എന്നെ കണ്ടിട്ടാണ് ചീറ്റി വരുന്നത്. ഒക്കെ ഇടണ്ടേ? ഇപ്പൊ പുള്ളി വരുന്നില്ല, അതിനുണ്ടെ സാരിയും കൂടെ സെറ്റ് ചെയ്യണം. പുള്ളിയുടെ വീട് എവിടാ? പുള്ളി എവിടെ നിന്ന് ഇപ്പൊ പോയെന്നെ? ഇത് ഞങ്ങളുടെ വീട്ടിൽ പോവും. പറയാനുണ്ടോ? ഹലോ, പിന്നെ ഞങ്ങളുടെ വീട്ടിലല്ല, കുറച്ചുകൂടെ അവിടെ നിന്ന് പള്ളിയിൽ അങ്ങോട്ട് പറഞ്ഞ ലൊക്കേഷൻ ഇട്ട് തരാം. ആ ഓക്കെ. സെയിം പാസ്വേഡ് അല്ലേ? ലൊക്കേഷൻ അയച്ചു കൊടുക്കാല്ലേ? അതോ കറണ്ട് അയച്ചാൽ മതി? നീ ഗൂഗിൾ എടുക്കട്ടെ. എന്റെ ഫോൺ പാനിൽ ചാർജ് വരുന്ന പോലെ അതിപ്പോ ഓഫ് ആകും. ഇത് നിന്നോ? കാറ്റിട്ടതില്ല ഇതില്. എനിക്ക് അത് കുത്തിയിട്ടോണ്ട് ഇവിടെ കുത്തിയിട്ടോണ്ട് ചെയ്യാൻ പറ്റും. ചാർജ് കൊടുത്തില്ല. പെട്ടെന്ന് ബ്ലാക്ക് ലിപ്സ്റ്റിക്. ഈ കമ്മലിടണം, മാല ഇടണം, മുടി സെറ്റ് ചെയ്യണം. ബാക്കി അതൊക്കെ അവൾ ചെയ്തോളൂ. തിരിച്ചേ നാടൻ പൂർണ്ണമൊക്കെ പെയ്താൽ മതി. നാടൻ പൂർണ്ണം ഇപ്പൊ മഴ നനയുമല്ലോ. നല്ല സീറ്റിയം ഒന്നും വേണ്ടായിരുന്നു. വെള്ളം മാത്രം മതി. ഞാൻ സെറ്റിംഗ് സ്പ്രേയും വേണ്ട. ഓ ഇങ്ങനെ ചോദിക്കാം. എനിക്ക് എങ്ങനെ അറിയാം? സൂപ്പറായിട്ട് ചെയ്യുമ്പോ എന്താ ഇത് ബ്ലഷ് ഉണ്ടല്ലോ. ഇങ്ങോട്ടോക്കെ ഇവിടെ നോക്കുമ്പോ ഭയങ്കര കളർ. നീ ഇവിടെ നിൽക്കാൻ വേണ്ടിയാണ്. അതെന്താ അറിയോ, ഇവിടുന്ന് ലൈറ്റ് ഇവിടുന്ന് അടിക്കുന്നത്, അതുകൊണ്ടാണ് നിനക്ക് ഭയങ്കര കളറായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇനി അടുത്ത് എന്തുവാ? അറിയുന്നില്ല. പക്ഷെ ബലം കൊടുക്കും. നീ ലിപ്സ്റ്റിക് വെച്ച് ലൈൻ ചെയ്യ. ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ട് ഡാർക്ക് ആയിട്ട് കേട്ടോ. അടുത്ത് നമുക്ക് അലച്ചും പോയ സാരി ഉടുപ്പിക്കാം. എടി നീ ഇവിടെ വാടി ഒന്ന് ഹെൽപ്പ് ചെയ്യടി. ഞാൻ വേർത്ത് എന്താ ഇവിടെ ഞാൻ മുടി എന്റെ കല്യാണാണെന്ന് നോക്കണം മുറുകുന്നത്. നോക്കാം. ഇത് ചേർന്നാണോ? സൈസ് ഫസ്റ്റ് മാല നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഗൈസ് ഇതെല്ലാം കോൾഡ് ആണ്. എന്റെ നിങ്ങൾ ട്വിസ്റ്റ് ആയിട്ട് പറയാണ് എന്റെ കല്യാണാണെന്ന്. നമ്മള് രാത്രി ഫിക്സ് ചെയ്തതാണ്. രാത്രിയിലാണ് കല്യാണം. അതാണ് വൈകിട്ടായപ്പോഴത്തേക്ക് ഒരുങ്ങി കഴിഞ്ഞാൽ നമ്മള് ഇവിടെ പെട്ടാൻ ഈ സാധനം കിട്ടാൻ ഇവിടെ കുട്ടികൾക്ക് എനിക്കിത് ഇഷ്ടപ്പെട്ടു. കമലും കേട്ടോ ബസ്സിന്റെ കമലും മല്ലിയും കേട്ടോ. ഫ്രണ്ടിൽ
മേക്കപ്പ് ഇട്ടിട്ട് വരുന്നതാണ്. അതുപോലെ സഹകരിക്കുക. ഇനി മേക്കപ്പ് ഇട്ടിട്ട് വന്നിട്ടും കാര്യമില്ല, എല്ലാരും നിങ്ങളെ കണ്ടു. അത് കുഴപ്പമില്ല. ഞങ്ങൾ നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഇത്ര ബ്യൂട്ടി ഒന്നും ഞങ്ങൾ ഇടാറില്ല guys. കുട്ടി ഇട്ട് തന്നത് ഇവള്. ചെറുപ്പം ബൈക്കിലാണോ ഒരു വന്നേ? നീ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. അയ്യോ എന്തുവാ എടി ഞാനൊരു കാര്യം പറയട്ടെ, ഈ സാധനം നീട്ടം തിരിച്ചാ ഷൊട്ടെ. അങ്ങനെ കിടക്കുന്നേ ഇത് തിരിച്ചാ നീട്ടേക്കുന്നേ. നോക്ക്, ഇത് കമത്തിയാ വരണ്ടേ. നമുക്ക് സെറ്റിംഗ്സ് ഇത് സെറ്റിംഗ് ലാസ്റ്റ് സെറ്റിംഗ്സ് എന്നെ കൊല്ലം. വേണേ ഒന്ന് അടിച്ചോ. ഇതെന്താ ഊരാൻ പറ്റാതെ ഊരി തരുവാൻ ശിവ. ഈ വീഡിയോ ഒന്ന് വേണം എടുക്കുമെന്ന്. നീ അവിടേക്ക് ഹെയർ വേണേ ഒന്ന് കേൾ ചെയ്തിട്ടോ കേട്ടോ. എന്നിട്ട് എങ്ങനെ ഇട്ടേക്കുന്ന അതെയോ അതെയോ ഇങ്ങനെ ഇടുന്ന തന്നെ ഇങ്ങനെ ഇടണം. ഇങ്ങനെ ഇടുന്നത് ഇത് ഓക്കെ. അതെയോ അതെയോ. നമ്മള് ഫ്രൈഡിന്റെ വളം നോക്കും. ഇങ്ങനത്തെ വീഡിയോ എടുക്കാം. ആണി ഒന്ന് തന്നായിരുന്നേ. ആണി ഒന്ന് തരുവോ? ഇങ്ങനെ കണ്ണേ കണ്ണിമാണി. ഇതിനൊക്കെ സഹിക്കണം. ബ്രൈഡല്ലേ? ഞാൻ ബ്രൈഡ് അല്ല, ആണ്. ഞാൻ മോഡൽ. ഞാൻ ബ്രൈഡ് ആവുമ്പോഴത്തേക്കും ഇത് ഹെയറിൽ കുത്തി വെക്കാം. അതാണ്ട് കമ്മ കാത് വലിഞ്ഞോണ്ട് സെറ്റാക്കി തരാം. കുത്തി വെച്ചോളൂ. തല തിരിച്ചല്ലോ അങ്ങനത്തത്. കാത് വലിയുന്നടി ഇനിയിപ്പോ സെറ്റ് വാങ്ങാ. ഇത് ഇവിടോട്ട് ഒരു സ്ലൈഡ് കുത്തി തരുമോ? ജസ്റ്റ് അതിൽ കുറുക്കാൻ വേണ്ടിട്ടാ. ജസ്റ്റ് ഇങ്ങോട്ട് കുത്തിയാൽ മതി. ഇവിടെ ആ മൂന്ന് ഇവിടെ വരുന്ന രീതിയിൽ. സെറ്റ് സെറ്റ് ബ്രോ. തമിഴ് നമ്മളുടെ ശരി, കുറച്ചുകൂടെ മുടി ഇങ്ങനെ കിടക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ഇതിങ്ങനെ കുറച്ചുകൂടെ നല്ല രസമായിട്ട് ചെയ്യുന്നല്ലേ. ഈ സൈഡിൽ അത് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ നാട്ടുകാരായിരിക്കും എന്റെ കല്യാണം അല്ല കല്യാണം. ഇത്ര വൈകുന്നേരം ആയിരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് പോന്നെയാണ്. പിന്നെ നീ ഇതുവരെയല്ലേ കല്യാണം കഴിക്കാൻ പോലെ. സാരി പോലെ ഞാൻ വല്ല ഒളിച്ചോടി പോകാൻ വിചാരിച്ചത്. എന്റെ കല്യാണം എല്ലാരും വരണം. എന്തോ സംഭവം? മറ്റേത് കൈയുടെ കുറച്ച് ആഡംബരം ഇരിക്കട്ടെ. എവിടെയും അവിടെ വെച്ചോ, നടുക്കോട്ട് വെച്ചു, നടുക്കോട്ട് വെച്ചോ. ഇത് ഫുൾ സ്ലീവിന്റെ അത് വെക്കുവോ? ഇരിക്കട്ടെ, എല്ലാം ഇരിക്കട്ടെ. എന്തായാലും കൂടി ആഡംബരം എന്തിനാണ്? കല്യാണത്തിനാണ്. കുറച്ച് മുറുക്കി കിട്ടും, നല്ല വെച്ചിട്ടുള്ളൂ. അങ്ങോട്ട് കയറ്റി വെച്ചോ. ലൂസായി പോടി പൊട്ടി. തലയിലെ സാധനം അഡ്ജസ്റ്റ് ചെയ്താണ് എങ്ങനെ കുറച്ച് നീ അമക്കി വെച്ചോ. ഏറ്റവും വരുന്ന 5 മിനിറ്റ് വരുന്നേ. ഓപ്പോസിറ്റ് കാണുന്നത് എന്നിട്ട് ബാക്കി കുളമാവല്ലേ നമ്മള്. ഈ പൊട്ട് കുളത്തില്ല. അതിന് ഒരുപാട് വൈറ്റ് സാധനം. വേറെ പൊട്ട് എടുക്ക്. ബ്ലാക്കേ ഉള്ളു. ഈ സെയിം സാധനം വേറെ ഇല്ല. വേറെ ഒരെണ്ണം എടുക്കാൻ. ആ പൊട്ടിങ് എടുക്കുക. പൊട്ടിന്റെ വേറൊരു പൊട്ട് എടുക്കാൻ. അതായത് അതിന്റെ അകത്ത് വൈറ്റ് പശ ഭയങ്കര കൂടുതലായിട്ട് ഇരിക്കുന്നു. പൊട്ട് പോയി ആ പൊട്ടിന്റെ സ്റ്റിക്കർ എടുത്തോ. ഓക്കെ, ഇഷ്ടപ്പെട്ടു. ഓക്കെ, അതിന്റെ ലുക്ക് ഓക്കെ. നമ്മൾ ഇനി ഷൂട്ടിന് പോവാണ് ഗൈസ്. നല്ല രസമുണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു.
ആർക്കെങ്കിലും ഇതുപോലെ മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവളെ കോണ്ടാക്ട് ചെയ്യാം. അതെ, എന്റെ പേരോട് പറഞ്ഞോട്. അതിന്റെ പേര് ലൈറ്റ് മേക്കോവർ. ലൈറ്റ് മേക്കോവർ. ലൈറ്റ് മേക്കോവർ. ഓക്കെ. ഏത് ആ ബാഗ് എടുത്തോ? ഏത് ബാഗ് വേണം എടുത്തോ? നല്ല വീഡിയോ എടുത്തു. അവിടെ ലൊക്കേഷൻ ഉണ്ടോ എന്റെ അവിടുത്തെ? എന്തൊക്കെ തള്ളാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഫോട്ടോ എടുക്കുമ്പോൾ പറക്കോട് കഴിഞ്ഞ അതായത് 16 റൂട്ട് പറ്റുമോ? അവിടെ സീനില്ലെന്ന് പറഞ്ഞു. വിളിച്ചു നോക്കിയോ? ലൈറ്റ് പോയി. അത് വീഡിയോ ഒക്കെ മറ്റേ റീലില്ലേ ആ ടൈപ്പൊക്കെ മറ്റേ അങ്ങോട്ടും ഇതിൽ 2 അബദ്ധമായുള്ളൂ. രണ്ടാമത് റൈഡ് ചെയ്തിട്ട് ക്യാമറാമാനെ വിളിച്ച് പുള്ളിക്കാരന്റെ ക്യാമറ ഫോട്ടോ എടുത്ത് ലാസ്റ്റ് ഞാൻ അതുകൊണ്ട് ഇവിടെ ചെയ്ത് നീ ഇല്ലെങ്കിൽ അങ്ങോട്ട് വരണം. നമ്മളിപ്പം അമ്പലത്തിൽ വന്നു അല്ലേ? അമ്പലത്തിൽ വന്നു. ഇപ്പൊ അവർ രണ്ടുപേരും അമ്പലത്തിൽ പോയി ചോദിക്കാൻ പോയിക്കാണ് ഇതിനകത്ത് പോയി ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന്. ചുമ്മാ പറഞ്ഞത് എന്റെ കല്യാണം സർപ്രൈസ്. പക്ഷെ കൊള്ളാല്ലേ? നേരത്തെ മുല്ലപ്പൂ വെക്കാൻ മറന്നുപോയി ഗൈസ്. നല്ലോണം പക്ഷെ വാടി പോയി തൊലിഞ്ഞ് കല്യാണത്തിനൊക്കെ സമ്മതിക്കണം കേട്ടോ. തലയിലോട്ടങ്ങ് വെച്ചാൽ അല്ല ചോദിച്ചിട്ട് കേട്ടോ. കൊള്ളാം, നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട് ഇവിടെയാലോ എന്താ കഴിച്ചിട്ടുണ്ട്? വെഡിങ് ഞാൻ വാ വളർന്നിരിക്കുന്നൊക്കെ ഉണ്ടോ ജീവൻ്റെ അത്? ഞാൻ വാ വളർന്നിരിക്കുന്നുണ്ടപ്പല. ഈ സാധനം അടിയില് ഇല്ല, മറന്നുപോയി എടുക്കാൻ. തിരിഞ്ഞായി കഴിച്ചോ? അത് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ്. ശരിക്ക് പല്ല കാണിച്ച് നല്ലോണം ചിരിക്കാൻ. പോസ്റ്റാണ് ഗൈസ്, പട്ടി പോസ്റ്റ്. ക്യാമറാമാൻ്റെ ഒപ്പം ആലിയ, ഷംന ഫോട്ടോ.
മാല പൊട്ടിപ്പോയി. വേണം വെച്ചും വെച്ചും പിടിച്ചെന്നിട്ടാ നല്ല മാല. അടിപൊളി സാധനമായിരുന്നു. പക്ഷെ നശിപ്പിച്ചു. ഇപ്പൊ വീട്ടിൽ കയറി മറ്റേ ചേട്ടനെ അഖിലോ? ഇടയ്ക്ക് ഇങ്ങനെ കിളി പോകും പുള്ളിക്കാരൻ. അത് ലവ് ഫെയിലിയറാ. ചില സമയം മെസ്സേജിട്ട് ചില കാര്യം ചോദിക്കും കേട്ടോ, എന്തെങ്കിലും വർക്കിന്റെ റിലേറ്റീവ് അങ്ങനെ തന്നെ ചോദിക്കും. എന്നിട്ട് പോവും. ഞാൻ പിന്നെ അതിനെ പറ്റി അറിയുമ്പോ മെസ്സേജ് ഇടും. നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു പറഞ്ഞു ഇല്ല ആ ചേട്ടാ ചോദിച്ചു. പിന്നെ മെസ്സേജ് ഒക്കെ ഇല്ല, വരാം. 20-ാം തീയതി എനിക്ക് ചെല്ല. മേക്കപ്പിന് കൊടുത്ത ആൾക്കാർക്ക് ശരിയല്ലേ? ചോദിച്ചോ? ചോദിക്ക്, നീ മറക്കല്ലേ. ഇല്ല ഇല്ല. ആ ചുമ്മാ ഇരിക്കണേ. അടി കിട്ടുവേ. പിന്നെ നിങ്ങളങ്ങ് പറഞ്ഞ ഞങ്ങളിപ്പം നേരിട്ട് താനെ കൊണ്ട് നടന്നു. ലൈറ്റ് ഒന്നും ഇല്ലല്ലേ? ഇന്ന് 2 3 ആന. ഗായ്സ് ഷൂട്ട് കഴിഞ്ഞു. ഇനി എങ്ങനെയുണ്ട് മേക്ക് ഓവർ ചെയ്തത്? അടിപൊളിയായിട്ടുണ്ട്. ഇത് മറ്റേ അഹാന മേക്ക് ഓവർ അതുപോലുണ്ട്. ഫുൾ ലുക്ക്, സാരി ആയാലും ഓർണമെന്റ്സ് ആയാലും മേക്കപ്പ് ആയാലും എല്ലാം ഫുൾ ബ്ലെൻഡ് ആയി നല്ല രസമുണ്ട്. അല്ലേ? സെറ്റായില്ലേ? ഫുൾ സെറ്റ് ഭയങ്കര ഇഷ്ടമുണ്ട്. നിന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു മേക്ക് ഓവർ ഞാൻ പ്രതീക്ഷിച്ചില്ല. നമുക്ക് അടുത്ത ഷൂട്ടുകൾ നടത്തണം. അടുത്ത ഷൂട്ട് സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഇതുപോലെ നല്ലപോലെ മേക്ക് ഓവർ ചെയ്യണം, ഇല്ലെങ്കിൽ എന്റെ മാരേജിന്റെ ബ്രൈഡൽ ലുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവളെ കോണ്ടാക്ട് ചെയ്താൽ മതി. നല്ല രസമുണ്ട്. നിന്റെ പേജിന്റെ ഇവളുടെ പേജ് ലൈറ്റ് മേക്ക് ഓവർ എല്ലാരും ഫോളോ ചെയ്യുക. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതുപോലെ ബ്രൈഡൽ ലുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവളെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ബൈ. അപ്പൊ ബൈ ഗൈസ്. നമ്മളിപ്പം അപ്പൊ ഗൈസ് നമ്മളിപ്പം ഒരു റീലിന്റെ അടുത്ത് ഇവിടെ ഷൂട്ട് ചെയ്തോണ്ടെന്ന് പകുമ്പോടെ അടുത്ത് ഷൂട്ട് ചെയ്തതാണ്. അപ്പം എല്ലാം ഫുൾ പാക്കപ്പ് ചെയ്യാൻ പോണം. വീഡിയോ എടുത്ത് റീലെടുത്ത് വെളിയിൽ പോയി എടുത്ത് മൊത്തത്തിൽ കുഴഞ്ഞ് ഞാന് വെന്തൊരുക പോലെ ഇരിക്കുകയാണ്. അഴിച്ചു പറഞ്ഞു ഇത് മൊത്തം അഴിച്ചു പറഞ്ഞു. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ? ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇതുപോലെ. ഇങ്ങോട്ട് വന്നത് കണ്ടു അത് കുഴപ്പമില്ല. പക്ഷെ നല്ല രസമുണ്ടല്ലേ? മറ്റേ ഇതൊരു കാര്യം അതുപോലെ ഒരു പിങ്ക് തീം ആ ഒരു ടൈമില് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു പിങ്കും ഒരു ഈ കളറൊക്കെ ഉണ്ടല്ലോ. അതിന്റെ കൂടെ ഈ ഓർണമെന്റ്സ് എല്ലാം സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. യൂട്യൂബിൽ കാണുന്നവരാണെങ്കിലും ഇവളുടെ അക്കൗണ്ട് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്ത് വെച്ചേക്കാം. ആരെങ്കിലും കണക്ട് ചെയ്താൽ മതി. വേണമെങ്കിൽ ഞാൻ നമ്പറും ടാഗ് ചെയ്ത് വെച്ചേക്കാം. നമ്പറും കൂടെ ആഡ് ചെയ്ത് വെച്ചേക്കാം. ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്യാം. അപ്പം എല്ലാം ഫുൾ പാക്ക്. അപ്പൊ ഓക്കെ ബൈ. അപ്പൊ ഓക്കെ ബൈ ഗൈസ്. അലേക്ക് ഭയങ്കര വയ്യാത്തോണ്ടോടെ മാറിയിരിക്കുകയാണ്. മേക്കപ്പില്ലാത്തോണ്ട് മുമ്പിൽ മൊത്തം കൊളവായിട്ടിരിക്കും ഇപ്പൊ. അതുകൊണ്ട് അവള് ക്യാമറയുടെ മുന്നോട്ട് വരുന്നില്ല. അപ്പം ഇതിന് ഫുള്ള് ഞാൻ അഴിച്ച് ഇനി ഞാനൊന്ന് ഫ്രഷ് ഒക്കെ ആയി ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പോകണം. ഇവരെല്ലാം വീട്ടിലൊക്കെ കൊണ്ടുവിടണം. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം ഇനി ഞാൻ മുടങ്ങാതെ എൻ്റെ ഷോർട്സും വീഡിയോസും ഒക്കെ ഇടുന്നതായിരിക്കും. നോമ്പൊക്കെ ആയതുകൊണ്ടായിരുന്നു ഭയങ്കര ഡള്ളായി പോയത്. ഇനി അങ്ങോട്ട് ഫുൾ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ബൈ.